ഒക്ടോബർ 25 ശനിയാഴ്ച നടക്കുന്ന ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എല്ലാവരും വീഡിയോ ശ്രദ്ധയോടെ കേൾക്കുവാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വരുന്ന, അതായത് സ്വകാര്യ വാഹനത്തിൽ വരുന്ന വ്യക്തികൾ, കാറുകളിൽ മറ്റും വരുന്ന വ്യക്തികൾ, അവർ തീർച്ചയായും റാലിയിൽ പങ്കെടുക്കുന്നതിന് തെളിവിനായി അവർ കൃപാസന പത്രം ഫ്രണ്ടിൽ വയ്ക്കുകയോ അത് ഒട്ടിച്ചു വയ്ക്കുകയോ ചെയ്യുക. ഇത് ചെയ്യാത്ത പക്ഷം പോലീസുകാർ തടയുകയോ വാഹനം കടത്തിവിടാതിരിക്കുകയോ ചെയ്യുന്നതാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കുട കൂടെ കരുതേണ്ടതാണ്. മഴ പെയ്താൽ നനയാതിരിക്കാൻ വേണ്ടിയാണ് കുട കൂടെ കരുതണം എന്ന് പറയുന്നത്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഒരു തൊപ്പിയോ തോർത്തോ കൂടെ കരുതണം. പോകുന്ന വഴികളെല്ലാം നല്ല വെയിലുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് തലയിൽ ഒരു തോർത്തോ തൊപ്പിയോ ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷീണിക്കാതെ അങ്ങ് എത്താൻ സാധിക്കും. നാലാമതായി ലഘുഭക്ഷണം എന്തെങ്കിലും കൂടെ കരുതണം. അഞ്ചാമതായി ഒരു കുപ്പി വെള്ളം തീർച്ചയായും കൂടെ കരുതണം. വെള്ളം തീർന്നാൽ നിറയ്ക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഒരു കുപ്പി വെള്ളം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. ആറാമതായി പറയാനുള്ളത്, വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക. ഏഴാമതായി പറയാനുള്ളത്, ഹൃദയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ, ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, തലകറക്കം, മറ്റു മാരകമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവർ റാലിയിൽ പങ്കെടുക്കരുത്. എട്ടാമതായി പറയാനുള്ളത്, ഒരു കിറ്റ് കൂടെ കരുതേണ്ടതാണ്. കിറ്റ് എന്തിനാണ് കൂടെ കരുതേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഷൂവ്, ഹൈ ഹീൽസ് ചെരുപ്പുകൾ, ഇവ മൺപുതഞ്ഞ വഴിയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാക്കും. അതുകൊണ്ടാണ് ഈ കിറ്റ് കൂടെ കരുതാൻ പറയുന്നത്. അടുത്തതായി പറയാനുള്ളത്, വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പോകരുത്. റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലേദിവസം വന്ന് താമസിക്കുന്ന എല്ലാവരും ആധാർ കാർഡോ മറ്റെന്തെങ്കിലും രേഖകളോ കൂടെ കരുതേണ്ടതാണ്. അടുത്തതായി പറയാനുള്ളത്, KSRTC ഡിപ്പോയിൽ നിന്നും കൃപാസനത്തിലേക്ക് റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 50 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ ബസ് ബുക്ക് ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി പറയാനുള്ളത്, ജപമാല റാലി കൃത്യം 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്തതായി പറയാനുള്ളത്, റാലിയിൽ പങ്കെടുക്കുന്ന ദിവസം അർത്തുങ്കലിലേക്കുള്ള എല്ലാ കണക്ഷൻസും, ഫോണിൻ്റേതായ എല്ലാ കണക്ഷൻസും ജാമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടെ കൊണ്ടുവന്ന ആളുകളെ വിളിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കണം, അല്ലെങ്കിൽ വിളിക്കാൻ സാധിക്കില്ല. വിശ്വാസമേകി ജപമാല കുരിശിന്റെ വഴിയേ നടത്തി, മനമലിഞ്ഞു തനു തളർന്നു